എങ്ങനെയൊക്കെയാണ് പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ന്യൂട്രീഷൻ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് ന്യൂട്രീഷൻ പേഷ്യന് കിട്ടുന്നത്, അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സൗജന്യമായിട്ട് 6 മാസത്തെ ചികിത്സയാണെങ്കിൽ 6 മാസവും അവർ സൗജന്യമായിട്ട് തരുന്നുണ്ട്. അപ്പം ഏതെങ്കിലും ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞ് പേഷ്യൻ്റ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നോക്കും, TB നോക്കും, വേറെ എന്തെങ്കിലും OAS ഉണ്ടോ എന്ന് നോക്കും. എൻ്റെ പേര് ആര്യ വിജയൻ. ഞാൻ സ്റ്റാഫ് നഴ്സാണ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിലെ ARTയിലെ. അപ്പോൾ നമുക്ക് ഇവിടെ പുതിയ പേഷ്യൻസ് വരുമ്പോൾ കുറേ ബേസ്ലൈൻ ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്തിട്ടാണ് നമ്മൾ മരുന്ന് തുടങ്ങുന്നത്. അപ്പം അത് പേഷ്യൻ്റ് ആദ്യം വരുമ്പോൾ നമുക്ക് നോക്കണം, പേഷ്യൻ്റെ കയ്യിൽ പഴയ ഇൻവെസ്റ്റിഗേഷൻസ് ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ ടെസ്റ്റുകളും ചെയ്യണം. പിന്നെ പേഷ്യൻ്റിന് എന്തെങ്കിലും TB സിംറ്റംസ് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ടെന്നെ സ്ക്രീൻ ചെയ്യണം. അപ്പം അതിനകത്ത് TB ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം TB മരുന്ന് വേണം തുടങ്ങാൻ. അപ്പം എല്ലാ ടെസ്റ്റും ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് വിടുന്നത്. TB ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പേഷ്യൻ്റ് TB മരുന്ന് തുടങ്ങണം. TB മരുന്ന് തുടങ്ങി 2 ആഴ്ച കഴിയുമ്പോഴാണ് നമ്മൾ ART സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി ഇൻവെസ്റ്റിഗേഷൻ ചെയ്തതിനകത്ത് എന്തെങ്കിലും VDRL പോസിറ്റീവ്, അതായത് സിഫിലിസ് ഡിറ്റക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെൻറ്റിലോട്ട് നമ്മൾ റെഫർ ചെയ്യും. ആദ്യം 28 ദിവസം സിഫിലിസ് ട്രീറ്റ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ART സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ആദ്യം നമ്മൾ TB നോക്കണം, സിഫിലിസ് ഉണ്ടോ എന്ന് നോക്കണം, വേറെ ഏതെങ്കിലും OAS, അതായത് ഓപ്പർച്യൂണിറ്റിക് ഇൻഫെക്ഷൻസ് ഉണ്ടോ എന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ ARTയിലോട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഏതെങ്കിലും ഒരു പേഷ്യൻ്റ് വന്നു കഴിഞ്ഞ് പേഷ്യൻ്റ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നോക്കും, TB നോക്കും, വേറെ എന്തെങ്കിലും OAS ഉണ്ടോ എന്ന് നോക്കും. പിന്നെ പേഷ്യൻറ്റിന് നമ്മൾ BP നോക്കണം. BP ചെക്ക് ചെയ്തിട്ട് എല്ലാ പേഷ്യൻറ്റും നമ്മൾ BP നോക്കി ഷുഗർ പരിശോധിച്ചിട്ടുണ്ടോ എന്ന് നോക്കണം. ആ ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ അകത്തോട്ട് കയറ്റി വിടുന്നത്. ഈ TB പേഷ്യൻ്റ് ആണെങ്കിൽ നമ്മൾ അതിൻ്റെ കൗൺസിലിംഗ് ഇവിടെ കൊടുക്കുന്നുണ്ട്. TB പേഷ്യൻ്റ് സ്പ്യൂട്ടം പോസിറ്റീവ് TB ആണെങ്കിൽ മാസ്ക് യൂസ് ചെയ്യുന്നതിൻ്റെ ആവശ്യകതയും, നമ്മൾ പുറത്തിറങ്ങുമ്പോഴും വീട്ടിലും മാസ്ക് ഉപയോഗിക്കുന്നതിൻ്റെ ആവശ്യകത പറഞ്ഞു കൊടുക്കണം. പിന്നെ അവർ ചുമച്ച് തുപ്പുമ്പോൾ കഫം എങ്ങനെ ആണ് ഡിസ്പോസ് ചെയ്യുന്നത്, എങ്ങനെയൊക്കെയാണ് പേഴ്സണൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ന്യൂട്രീഷൻ റിക്വയർമെൻറ്റ് എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലാണ് ന്യൂട്രീഷൻ പേഷ്യന് കിട്ടുന്നത്, അത് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. TB പേഷ്യൻസിന് ധനസഹായവും ന്യൂട്രീഷൻ സപ്പോർട്ടും കിട്ടുന്നുണ്ട്. TB സെൻറ്റർ വഴിയാണ് അത് കിട്ടുന്നത്. TB സെൻറ്റർ വഴി നമുക്ക് ന്യൂട്രീഷൻ സപ്പോർട്ട് പേഷ്യൻസിന് ലിസ്റ്റ് കൊടുക്കുമ്പോൾ അവർ നമ്മുടെ പേഷ്യൻസിന് സൗജന്യമായിട്ട് 6 മാസത്തെ ചികിത്സയാണെങ്കിൽ 6 മാസവും അവർ സൗജന്യമായിട്ട് തരുന്നുണ്ട്. ഓരോ മാസവും 1000 രൂപ വെച്ച് പേഷ്യൻ്റെ അക്കൗണ്ടിലോട്ട് ധനസഹായം നൽകുന്നുണ്ട്. അതിന് നമ്മൾ നിക്ഷേപ് പോർട്ടലിൽ പേഷ്യൻ്റെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് അവരുടെ പാസ്ബുക്കിൻ്റെ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യുമ്പോൾ TB സെൻറ്റർ വഴി അവരുടെ അക്കൗണ്ടിലോട്ടാണ് ഡയറക്റ്റ് ധനസഹായം കിട്ടുന്നത്. പിന്നെ അവർക്ക് വേണ്ട കൗൺസിലിങ്ങും ബാക്കി എന്തെങ്കിലും പേഴ്സണൽ ആവശ്യങ്ങളുണ്ടെങ്കിൽ നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ വരുന്നത് PEP കൗൺസിലിങ്ങും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്നത്. PEP ഏതെങ്കിലും പേഷ്യൻറ്റിന് നീഡിൽ കുത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പോലീസുകാർക്ക് പ്രിസണേഴ്സിന് എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ച് വരികയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ PEP ഡ്രഗ് കൊടുക്കുന്നുണ്ട്. അത് 72 അവേഴ്സിനുള്ളിലാണ് നമ്മൾ PEP റെജിമെൻ കൊടുക്കുന്നത്. 28 ദിവസമാണ് അതിൻ്റെ കാലാവധി, മെഡിസിൻ എടുക്കുന്നതിൻ്റെ കാലാവധി. അതിന് വേണ്ട കൗൺസിലിങ്ങും കാര്യങ്ങളും നമ്മൾ ഇവിടുന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.